ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു 4 മുട്ട പുഴുങ്ങിയെടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതിനൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അങ്ങനെ അത് എടുത്ത് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ തക്കാളി സോസ് നമുക്ക് ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവർക്ക് ഇത് കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റിനൊട്ടും തന്നെ കുറവുണ്ടാവില്ല. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഒരു പാൻ വെക്കാം. ആ പാനിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സ്മൂത്താക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഉണ്ട് കേട്ടോ. നമുക്കിഷ്ടമുള്ള സാൻഡ്വിച്ചിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്ന എല്ലാ വെജിറ്റബിൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇതിനകത്തിട്ട് ഒന്ന് നല്ലപോലെ സ്മൂത്തായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ട നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ടെക്സ്ചറിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളൊരു പാൻ വെക്കാം. ആ പാനിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2 ബ്രെഡ് എടുക്കുക. ആ ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡാണ്. അത് നമ്മൾ ഒരെണ്ണം നമ്മൾ 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. സെക്കൻഡ് നമ്മൾ എടുക്കുക, ഒരു സൈഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ സൈഡ് നമ്മൾ വെക്കുക. അത് ടോസ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ തീ സിമ്മിലിട്ടോട്ട് നമ്മൾ ഈ തയ്യാറായി വെച്ചിരിക്കുന്ന ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ഇട്ട് കറക്റ്റായിട്ട് നമ്മൾക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു ചീസ് വെച്ച് കൊടുക്കാം. ഇനി അതിനെ ഇതുകൊണ്ട് അടച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ആ താഴ്ഭാഗം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. ഈ സൈഡും കൂടെ എഴുതെടുത്ത് അത് ഫാസ്റ്റിലിടരുത്, സിമ്മിലിട്ട് തന്നെ നമുക്കിതിനെ ഒന്ന് മുരിച്ച് എടുക്കണം. നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ ഇന്നൊരു 4 എണ്ണമാണ് ഇങ്ങനെ തയ്യാറപ്പോൾ ഞാൻ എടുത്ത ഇതുകളെല്ലാം 4 എണ്ണത്തിന് വേണ്ടിയിട്ടുള്ള 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരു മുട്ടയുടെ ഇതുണ്ട്, 2 ബ്രെഡും ഉണ്ട്, വെജിറ്റബിൾസും ഉണ്ട്. അത് മാത്രമല്ല നമ്മളൊരു ഗ്ലാസ് പാലും കൂടെ കുടിക്കുവാണെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.